ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസിന് മുന്നേ എടുത്തിരുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ കാപ്പിയൊക്കെ തിളപ്പിച്ചു, എല്ലാവരും കുടിച്ചു. പിന്നെ രാവിലത്തേന് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തിനുള്ള പരിപാടി തുടങ്ങി. അപ്പം കുടിവെള്ളമൊക്കെ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കണം, വെണ്ടയ്ക്ക തീയലും വെക്കണം. അപ്പോൾ അതിനുള്ള വെണ്ടയ്ക്കയും പച്ചമുളകും സവോളയും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഇതെൻ്റെ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും വെണ്ടയ്ക്ക നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പം തീയലിനാണെങ്കിലും മെഴുക്കുവരട്ടിക്കാണെങ്കിലും ഇതുപോലെ നീളത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ അരിഞ്ഞു വെച്ചു. എന്നിട്ട് വേണ്ട ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ശേഷം വേണ്ട അത് നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി തീയലിന് വേണ്ടിയിട്ട് ബാക്കി പകുതിയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചു. അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈസി അല്ലേ, നമുക്ക് രണ്ടിനും കൂടെ ഒരുപോലെ തന്നെ മതിയല്ലോ. അപ്പോൾ എന്താണ്ട് മെഴുക്കുവരട്ടി മാറ്റി വെച്ചു. എന്നിട്ടൊരു ചട്ടിയിലോട്ട് ബാക്കി എടുത്ത് വെച്ച വെണ്ടയ്ക്കയാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് വേണ്ട ഒരു കക്ക ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് കക്ക ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇത് പറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ അതിന് വഴറ്റാനായിട്ട് വേണ്ട ഒരു ചട്ടിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലോട്ട് 2 വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇത് വഴരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരുമാതിരി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഒരുമാതിരി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേന് ഞാൻ ഇതിലോട്ട് ഒരു 10-12 വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം ഇത് നടുക്കൂട്ടിങ്ങനെ ഒന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അവിടെ എണ്ണയുടെ ഇത് തടം പോലെ വരുമല്ലോ. അപ്പോൾ അതിലോട്ട് ഞാൻ വേണ്ട കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണക്ക തേങ്ങയായിരുന്നു കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇതിൽ ഒരു 10-20 കൊച്ചുള്ളി ഉണ്ടായിരുന്നു. അതൊന്ന് ഒരു 4-5 കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കും കേട്ടോ. ഒരു ഉള്ളി ഒരു 4-5 ആ ഒരു രീതിയിലായിരിക്കുന്നത് കേട്ടോ. അരിഞ്ഞ് അതും കൂടെ കൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതേണ്ട വഴറ്റി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സവോളയും ഉള്ളി എല്ലാം കൂടെ ഇവിടെ വഴന്ന് വരുന്നുണ്ട്. ആ നേരത്ത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു ചട്ടിയിൽ ഒരു അരമുറി തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തീയലിന് തേങ്ങ വറക്കണമല്ലോ, അപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ 2 അടുപ്പയിലും കൂടെ ആയിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് വേണ്ട നമ്മുടെ സവാളയും കൊച്ചുള്ളിയും എല്ലാം വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പം കക്ക ഫ്രൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇത്തിരി എരിവിനൊക്കെ വേണ്ടിയിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികൾ മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് പറ്റിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പം വേണ്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ തീയലിനുള്ള തേങ്ങ വറുത്ത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വേണ്ട ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെച്ചിട്ട് ഇത് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് തണുക്കാനായിട്ട് വെച്ചു. ആ നേരത്തെ തന്നെ ഞാൻ കക്ക ഇവിടെ ഇട്ട് വെച്ചേക്കുമല്ലായിരുന്നോ, അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്തു ഊറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ട കക്കയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം വെളിച്ചെണ്ണ ഇടയ്ക്കൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണ് വീതം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേണ്ട നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് വേണ്ടോ വെള്ളം ഒന്നും ഒഴിക്കാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് അരപ്പൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് ചാറ് എത്രയും വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ട ഒരു ചെറിയ ഒരു കഷ്ണം പുളി
വാളംപുളിയില്ലേ, പിഴുപുളി എന്നൊക്കെ പറയും. അത് വേണ്ട ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഞെരടി ഇതാണ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളി ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ചൊഴിച്ച് നോക്കിയിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം അത് പുളി വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ വേണ്ട അത് അങ്ങോട്ട് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം നമ്മുടെ കക്ക ഫ്രൈ റെഡിയായി. ഞാൻ നേരെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് മാറ്റി വെക്കാം. കുറച്ചും കൂടെ ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തീയലെല്ലാം കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. പോരെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഇന്ന് കക്ക ഫ്രൈയും വെണ്ടയ്ക്ക തീയലും മെഴുക്കുവരട്ടിയും എല്ലാം ആയിട്ട് ചെറിയൊരു കറികളുണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.